പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പറയുന്നത് തഞ്ചാവൂർ ബൊമ്മയെക്കുറിച്ചാണ്. 19-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിൽ മറാഠ രാജാവായ സർജിയോ തഞ്ചാവൂർ ഭരിച്ചിരുന്ന കാലത്താണ് തഞ്ചാവൂർ ബൊമ്മയുടെ ഉത്ഭവം. കപ്പപ്പൊടിയും പേപ്പർ മിശ്രിതവും പ്ലാസ്റ്റർ ഓഫ് പാരീസും സമാസമം തയ്യാറാക്കിയാണ് തഞ്ചാവൂർ ബൊമ്മ നിർമ്മിക്കുന്നത്. മിശ്രിതം പരത്തുകയും ചെറിയ ചെറിയ ഉരുളകളാക്കി മോൾഡിലേക്ക് തേച്ച് പിടിപ്പിക്കുകയാണ് ചെയ്യുന്നത്. പ്ലാസ്റ്റിക്കിൻ്റെയും മരത്തിൻ്റെയും മോൾഡുകളാണ് ഇന്ന് ലഭ്യമായവ. ഇത് ഓരോ 6 മാസം കൂടുന്തോറും മാറ്റേണ്ടിയിരിക്കുന്നു. ഓരോ മോൾഡിനും പലതരത്തിലുള്ള ഉപയോഗങ്ങളാണ് ഉള്ളത്. കളിമണ്ണ് വെച്ചും തഞ്ചാവൂർ ബൊമ്മയെ ഉണ്ടാക്കിയിരുന്ന ഒരു കൂട്ടം മനുഷ്യർ ഇപ്പോഴും തഞ്ചാവൂരിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. മിശ്രിതം മോൾഡിൽ വെച്ച് തേച്ച് പിടിപ്പിച്ച ശേഷം അത് പല പല രൂപഭാവങ്ങളായി മാറും. ചെറുതായി ഒന്ന് ഉണങ്ങിയ ശേഷം ബൊമ്മയുടെ 2 പകുതിയും പേപ്പർ പശ വെച്ച് ഒന്നാക്കുന്നു. അത് ഉണങ്ങിയ ശേഷം ബൊമ്മയെ ഭംഗിയുള്ളവയാക്കി മാറ്റുന്നു. ഉണങ്ങിയ രൂപത്തെ പല ജലച്ഛായങ്ങൾ ഉപയോഗിച്ച് കളർ ചെയ്ത് അതിനെ ഭംഗിയുള്ളവയും കാണാൻ മനോഹരവുമാക്കി മാറ്റുന്നു. ഏകദേശം 10 ദിവസം കൊണ്ടാണ് ഒരു തഞ്ചാവൂർ പാവയെ ഉണ്ടാക്കുന്നത്. തഞ്ചാവൂരിൽ നമുക്ക് കാണാൻ സാധിക്കുക തഞ്ചാവൂർ തലയാട്ടി പാവകളും തഞ്ചാവൂർ ഡോളുകളുമാണ്. രണ്ടും 2 തരത്തിലുള്ള പാവകളാണ്. പ്ലാസ്റ്റിക്കിൻ്റെയും ഇപ്പോൾ ലഭ്യമാണ്. ജോഡികളായും ഓരോന്നായും ഇത് ലഭിക്കുന്നു. രാജാറാണി, കുതിരക്കാരൻ, മന്ത്രി, കഥകളി, മോഹിനിയാട്ടി എന്നിങ്ങനെയാണ് പലതരത്തിലുള്ളവ. രാജാറാണി ബൊമ്മകൾ 250 രൂപ മുതലാണ് തുടങ്ങുന്നത്. നിറത്തിലും രൂപത്തിലും ഭാവത്തിലും പലതരത്തിലുള്ള ബൊമ്മകളെയാണ് നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കുക. 250 മുതൽ 2500 വരെ വിലയുള്ള ബൊമ്മകളെ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും. തഞ്ചാവൂർ വരുന്നവർ ഉറപ്പായും സന്ദർശിക്കേണ്ട ഒരിടമാണ് തഞ്ചാവൂർ ബൊമ്മ നിർമ്മാണം. കണ്ടു നിൽക്കാൻ ഏറെ ആസ്വാദ്യമായ ഒന്നാണ് ബൊമ്മ നിർമ്മാണം. തഞ്ചാവൂരിൻ്റെ പ്രാചീന നിർമ്മിതിയായ തഞ്ചാവൂർ ബൊമ്മ ഇന്ത്യയിലും വിദേശ രാജ്യത്തും ഇടം പിടിച്ചിരിക്കുന്നു. തഞ്ചാവൂർ പോകുന്നവർ ഉറപ്പായും സന്ദർശിക്കേണ്ട ഒരിടമാണിത്.